പഴശ്ശി കലാപം ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് തന്നെയാണ്. ഒരുപാട് വലിച്ചു നീട്ടാതെ എന്നാൽ പ്രധാന പോയിന്റുകൾ നഷ്ടപ്പെടാതെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പഴശ്ശി കലാപങ്ങൾ. കലാപം പഠിക്കുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണം ആരാണ് പഴശ്ശിരാജ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് കോട്ടയം രാജകുടുംബത്തിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. പൂർണ്ണമായ പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പേരിൽ പറയുന്ന കോട്ടയം ഇന്നത്തെ കോട്ടയം ജില്ലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ പ്രതിപാദിക്കുന്ന കോട്ടയം അദ്ദേഹത്തിൻ്റെ രാജകുടുംബത്തിൻ്റെ പേര് മാത്രമാണ്. കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു. കോട്ടയം രാജവംശത്തിൻ്റെ ആസ്ഥാനം പുരളിമലയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാജാക്കന്മാരെ പുരളീശ്വരന്മാർ എന്നും അറിയപ്പെടുന്നു. ഒന്നാം പഴശ്ശി കലാപം. പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പിരിവും രണ്ടാമത്തെ കാരണം കുറുമ്പനാട് രാജാവിനെ നികുതി പിരിക്കാൻ ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ചതുമായിരുന്നു. ഒന്നാമത്തെ കാരണം ഓക്കെ മനസ്സിലായി. പക്ഷെ രണ്ടാമത്തെ കാരണം, അതായത് കുറുമ്പനാട് രാജാവും പഴശ്ശിയും തമ്മിൽ എന്താണ് പ്രശ്നം? പഴശ്ശിയുടെ മാതുലനാണ് കുറുമ്പനാട് രാജാവ്. അതെങ്ങനെ കലാപത്തിലേക്ക് നയിച്ചു എന്നറിയാൻ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പുവിൻ്റെ കയ്യിൽ നിന്നും മലബാർ പ്രദേശം തിരിച്ചു പിടിക്കാൻ ബ്രിട്ടീഷുകാരോടൊപ്പം പഴശ്ശിരാജയും ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയും വയനാട് ഒഴികെയുള്ള മലബാർ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വരികയും ചെയ്തു. തുടർന്നുണ്ടായ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം അധികാരം പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ പാടെ അവഗണിക്കുകയും അദ്ദേഹത്തിൻ്റെ അമ്മാവനും ബദ്ധശത്രുവുമായിരുന്ന കുറുമ്പനാട് രാജാവിനെ നികുതി പിരിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്യുകയും ബ്രിട്ടീഷുകാർ പരാജയപ്പെടുകയും ചെയ്തു. തുടർന്ന് ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ കുറുമ്പനാട്ട് രാജാവിനുള്ള നികുതി പിരിവ് അവകാശം റദ്ദാക്കുകയും ചെയ്തു. കൂടാതെ ബോംബെ കളക്ടറായിരുന്ന ജോനാഥൻ ഡങ്കൻ്റെ നേതൃത്വത്തിൽ ഒന്നാം കലാപം ഒത്തുതീർപ്പാക്കുകയും ചെയ്യുന്നു. പഴശ്ശിരാജാവിൻ്റെ പ്രധാന സഹായികൾ എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു, കൈതേരി അമ്പു, ഉണ്ണിമൂസ, പള്ളൂർ ഏമൻ നായർ, കണ്ണവത്ത് ശങ്കരൻ നായർ. ഇതിൽ കണ്ണവത്ത് ശങ്കരൻ നായർ അദ്ദേഹത്തിൻ്റെ മന്ത്രിയും കൂടിയായിരുന്നു. ഒന്നാം പഴശ്ശി കലാപം നടന്നത് പുരളിമലയിലാണ്. 1793-97 കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പിരിവായിരുന്നു കാരണം. രണ്ടാം പഴശ്ശി കലാപം. നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയും വയനാട് പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലാവുകയും ചെയ്തു. പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള വയനാട് പ്രദേശത്തിൻ്റെ അവകാശ തർക്കമാണ് രണ്ടാം പഴശ്ശി കലാപത്തിലേക്ക് നയിച്ചത്. അക്രമം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സൈനിക ഉദ്യോഗസ്ഥനാണ് ആർതർ വെല്ലസ്ലി. കൂടാതെ 1200ഓളം പോലീസുകാർ ഉൾപ്പെടുന്ന കോൽക്കാർ എന്ന സേനയും നിയമിച്ചു. 1805 നവംബർ 30 മാവിലത്തോടെന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശിരാജ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറിൻ്റെ വെടിയേറ്റ് മരിച്ചു. എന്നാൽ ചില രേഖകളിൽ അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തതാണെന്നും പറയുന്നുണ്ട്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ മധ്യസ്ഥത വഹിച്ചത് ആരാണ്? എ. ചിറക്കൽ രാജാവ്, ബി. ജോനാഥൻ ഡങ്കൻ, സി. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ആൻസർ ഓപ്ഷൻ ബി ആണ് ജോനാഥൻ ഡങ്കൻ. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം ഏതാണ്? എ. 1794, ബി. 1792, സി. 1793. ആൻസർ ഓപ്ഷൻ ബി ആണ് 1792. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. പനമരം, ബി. മാനന്തവാടി, സി. സുൽത്താൻ ബത്തേരി. ആൻസർ ഓപ്ഷൻ എ ആണ് പനമരം. പഴശ്ശിയുടെ സഹായിയായിരുന്ന നായർപ്പട നേതാവ് ആരാണ്? എ. കൈതേരി അമ്പു, ബി. തലക്കൽ ചന്തു, സി. എടച്ചേന കുങ്കൻ. ആൻസർ ഓപ്ഷൻ സി ആണ് എടച്ചേന കുങ്കൻ. തലക്കൽ ചന്തു കുറിച്യ നേതാവാണ്. കോൽക്കാർ എന്നത് എന്താണ്? എ. കുറിച്യ സൈന്യം, ബി. പഴശ്ശിയുടെ നാട്ടുപടയാളികൾ, സി. വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം. ആൻസർ ഓപ്ഷൻ സി ആണ് വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം. ബ്രിട്ടീഷ് സൈന്യം ആക്രമിച്ച സമയത്ത് അതിവിദഗ്ധമായി രക്ഷപ്പെട്ട പഴശ്ശിയെക്കുറിച്ച് ഒരു പക്ഷി പറന്നുപോയി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? എ. തോമസ് ഹാർവേ ബാബർ, സി. ലഫ് ഗോഡ്സൺ, സി. ആർതർ വെല്ലസ്ലി. ആൻസർ ഓപ്ഷൻ ബി ആണ് ലഫ്റ്റനന്റ് ഗോൾഡൻ. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന കൃതി രചിച്ചതാര്? എ. മുണ്ടക്കയം ഗോപി, ബി. സർദാർ കെ.എം. പണിക്കർ, സി. പി. കുഞ്ഞിരാമൻ നായർ. ആൻസർ ഓപ്ഷൻ എ ആണ് മുണ്ടക്കയം ഗോപി. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എ. സി. വി. രാമൻപിള്ള, ബി. സർദാർ കെ.എം. പണിക്കർ, സി. പി. കുഞ്ഞിരാമൻ നായർ. ആൻസർ ഓപ്ഷൻ ബി ആണ് സർദാർ കെ.എം. പണിക്കർ. പഴശ്ശി സൈന്യം പനമരം കോട്ട പിടിച്ചെടുത്തത് എന്നാണ്? എ.
എ 1805, ബി 1800, സി 1802. ആൻസർ ഓപ്ഷൻ സി ആണ് 1802. പഴശ്ശി രാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ ആരാണ്? എ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, ബി എടച്ചേന കുങ്കൻ നായർ, സി പള്ളൂർ ഏമൻ നായർ. ആൻസർ ഓപ്ഷൻ ബി ആണ് എടച്ചേന കുങ്കൻ നായർ. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശി രാജാവിൻ്റെ മന്ത്രിയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം എന്തായിരുന്നു? എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ, ബി വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്, സി ഇവ രണ്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിനാണ് കാരണമായത്. പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? എ ഹരിഹരൻ, ബി രഞ്ജിത്ത്, സി കുഞ്ചാക്കോ. ആൻസർ ഓപ്ഷൻ സി ആണ് കുഞ്ചാക്കോ. ഹരിഹരൻ സംവിധാനം ചെയ്തത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയാണ്. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് എന്നാണ്? എ 1805 നവംബർ 30, ബി 1805 ജനുവരി 30, സി 1805 ഒക്ടോബർ 30. ആൻസർ ഓപ്ഷൻ എ ആണ് 1805 നവംബർ 30. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയ്ക്ക് കുറുകെയാണ്. ഇത് വിഭാവനം ചെയ്തത് മൊറാർജി ദേശായിയാണ്. പഴശ്ശി സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരാണ്. എന്നാൽ പഴശ്ശി ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ്. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി, വയനാടാണ്. പഴശ്ശി ആർക്കോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹിൽ, കോഴിക്കോടാണ്.